ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗായിട്ടാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 9:30 ആയപ്പോൾ ഉറക്കെണീച്ചു. പിന്നെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി. പിന്നെ നേരെ അടുക്കളയിലോട്ട് പോയി ചായ ഇടാൻ വേണ്ടിയിട്ട്. ഉമ്മയൊക്കെ എണീറ്റ്. ഉമ്മിച്ചാക്ക് പുറത്ത് ജോലി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അരച്ച് ചായ ഇടാന്ന്. അതിന് ചായയൊക്കെ ഇട്ട് ഉമ്മാക്കൊരു കപ്പിലോട്ട് മാറ്റിയൊക്കെ ഒഴിച്ച് വെച്ചു. കാരണം ഉമ്മാക്ക് പഞ്ചസാര ഇടണ്ട. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു. പിന്നെ എനിക്കും വാപ്പാക്കുമായിട്ടുള്ള ചായ ഞാൻ ദേ കപ്പിലോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വാപ്പാക്ക് ഞാൻ കൊണ്ട് ചായയൊക്കെ കൊടുത്തു. വാപ്പ കിടക്കുമായിരുന്നു. അങ്ങനെ ഉറക്കമൊക്കെ എണീറ്റു. പിന്നെ അനിയൻ ചായ കുടിക്കത്തില്ല. അങ്ങനെ വാപ്പാക്കൊക്കെ ചായ കൊടുത്തിട്ട് നേരെ ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ടൊക്കെ ഇറങ്ങി. ഒരുപാട് പൂവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ദേഹം ഇതൊക്കെ ഉള്ളൂ. കുറേ വെയിലൊക്കെ കാരണം ചൂടൊക്കെ കാരണം എല്ലാം ഉണങ്ങിപ്പോയി. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത്. 2 ദിവസം മുന്നേ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നല്ല വെയിലായതുകൊണ്ട് നല്ല രീതിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത്. ഇതാ പിന്നെ ഈ ചെടി കണ്ടോ, ഇത് 2 ദിവസം മുന്നേ ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ലപോലെ പൂവൊക്കെ കിളിക്കുമായിരുന്നു. ഒരു റോസ് കളർ തെറ്റിയായിരുന്നു. പക്ഷേ ഇപ്പം നോക്കിയപ്പം നല്ല രീതിക്ക് അതങ്ങ് ഉണങ്ങി. ഇലയൊക്കെ താനെ പൊഴിഞ്ഞ് വീഴുമായിരുന്നു. നല്ല വീഡിയോയിൽ കാണാമല്ലോ, പൂവൊക്കെ നല്ല രീതിക്ക് ഉണങ്ങിപ്പോയി. 2 ദിവസം മുന്നേ നല്ല മഴയായിരുന്നു. അങ്ങനെ കാറ്റടിച്ച് ഈ ചെടിച്ചട്ടി അങ്ങ് ചരിഞ്ഞങ്ങ് വീണു. അപ്പോൾ നല്ല ഉണങ്ങി. ഇത് കണക്കിരുന്ന പൂവാ ഇപ്പം കരിഞ്ഞ് നല്ല ഉണങ്ങിയിരിക്കുന്ന. ഇനി അതെങ്ങനെയും നേരെ എടുക്കണം. പിന്നെ പുറകുവശത്ത് പോയി ഞങ്ങൾ കഴിഞ്ഞ 1 മാസം മുന്നേ ഞങ്ങൾ തണ്ണിമത്തനൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ ഈ ബാക്കിലായിരുന്നു തോടിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കുരുകളൊക്കെ വീണ് തന്നെ പൊട്ടി കിളിച്ച് ഞങ്ങൾ പിന്നെ അത് പടർത്തിയെടുത്ത്. 12 കാലമായപ്പോഴത്തേക്കും നേരെ അടുക്കളയിലോട്ടൊക്കെ പോയി. വാപ്പ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു രാവിലെ. അപ്പോൾ അത് വെക്കാനായിട്ട് ഉമ്മ സാധനങ്ങളൊക്കെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഈ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം വഴറ്റിയിട്ട് ഈ ചിക്കനകത്ത് മസാല നേരത്തെ തേച്ച് പിടിപ്പിച്ചിട്ടായിരിക്കും അത് ഇതിൽ മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂപ്പിച്ചിട്ട് ഒരു വിസിലടിക്കുമ്പോൾ തന്നെ ചിക്കൻ കറി റെഡിയാവും. ഇത് ഇങ്ങനെയാണ് സാധാരണ ഞങ്ങൾ വെക്കുന്നത്. പിന്നെ അല്ലാതെ പിന്നെ വെക്കുന്നതെന്ന് വെച്ചാൽ ചിക്കനും സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എല്ലാ മസാലകളും ചേർത്തിട്ട് ഒരു വിസിലടിപ്പിച്ചിട്ട് പിന്നെ ഒരു ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ചട്ടിയിലോ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് മുളകും മല്ലിയും മൂപ്പിച്ച് ഈ നേരത്തെ വിസിൽ ചെയ്ത് ചിക്കനെല്ലാം കൂടി കുക്കറിൽ നിന്ന് തട്ടി അങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നത്. ഇന്ന് നോർമലി വെക്കുന്ന കണക്കാണ് ചിക്കൻ കറി വെച്ചത്. പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും അല്ല, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. കറിയൊക്കെ വെച്ച് 1:30 ആയപ്പോഴത്തേക്ക് ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഒരു 5:30 ആയപ്പോഴത്തേക്ക് ചായ ഉണ്ടായിരുന്നു. പക്ഷേ ചായ ഞാൻ കുടിച്ചില്ല. നൂഡിൽസ് ഇരിപ്പുണ്ടായിരുന്നു. നൂഡിൽസൊക്കെ വെച്ചിട്ട് അതൊക്കെ വൈകിട്ട് കഴിച്ചു. അപ്പോൾ ഒരു സൺഡേ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഒരു ഈവനിങ് വരെയുള്ളൊരു വ്ലോഗാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് മിനി വ്ലോഗാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.